നമസ്കാരം. പ്രധാന വാർത്തകൾ. അരിയിൽ ഷുക്കൂർ വധക്കേസ്. പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി. വിടുതൽ ഹർജി തള്ളി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സിപിഎം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയാണ് ഇരുവരുടെയും ഹർജി തള്ളിയത്. ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ സിബിഐ ചുമത്തിയിട്ടുള്ളത്. കൊലപാതകത്തിനായി ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികളുണ്ടെന്നും ജയരാജന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്തു കൊന്നു. മരുമകളെ വിളിച്ചു പറഞ്ഞു. കൊലപാതകത്തിന് കാരണം ഇതാണ്. കൊട്ടാരക്കരയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്തു കൊന്നു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി സരസ്വതിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേന്ദ്രൻപിള്ള പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. സരസ്വതിയെ കൊലപ്പെടുത്തിയെന്ന് സുരേന്ദ്രൻപിള്ള മൂത്ത മരുമകളെ ഫോൺ ചെയ്ത് വിളിച്ചറിയിച്ചു. ഇതിനുശേഷം ഓട്ടോറിക്ഷ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയത്. സരസ്വതിയും സുരേന്ദ്രൻപിള്ളയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സുരേന്ദ്രൻപിള്ളയ്ക്ക് സംശയരോഗമായിരുന്നു. സരസ്വതിയെ മദ്യലഹരിയിൽ ഉപദ്രവിച്ചിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് നേരത്തെയും ഭീഷണി മുഴക്കിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. കായംകുളം സ്വദേശി കനാലിൽ കാൽവഴുതി വീണ് ദാരുണാന്ത്യം. ഓണാവധിക്ക് മുത്തച്ഛന്റെ വീട്ടിലെത്തിയതായിരുന്നു. ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഇരട്ടയാർ ടണലിൽ കാൽവഴുതി വീണ് 2 കുട്ടികളെ കാണാതായി. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. രണ്ടാമത്തെ കുട്ടിക്കായി തെരച്ചിൽ തുടരുന്നു. ഇരട്ടയാർ ചേലക്കൽ കവലയിൽ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. കായംകുളം സ്വദേശി മയിലാടുംപാറ വീട്ടിൽ 12 വയസ്സുള്ള അമ്പാടി എന്ന് വിളിക്കുന്ന അതുലാണ് മരിച്ചത്. ഉപ്പുതറ സ്വദേശിയായ 12 വയസ്സുള്ള അപ്പു എന്ന് വിളിക്കുന്ന കുട്ടിക്കായി തിരച്ചിൽ തുടരുകയാണ്. പേരാമ്പ്രയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. 200ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. പേരാമ്പ്ര ചങ്ങോരത്ത് പഞ്ചായത്തിൽ 200ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികളാണ്. പാലേരി വടക്കുംപാട് HSSലെ വിദ്യാർത്ഥികളിലാണ് രോഗം വ്യാപിക്കുന്നത്. സ്കൂളിലെ കിണറ്റിലും കുടിവെള്ളത്തിലും രോഗാണു സാന്നിധ്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ജലപരിശോധനയിൽ ബാക്ടീരിയ സാന്നിധ്യമില്ല. രോഗകാരണ സ്രോതസ് വ്യക്തമായിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. അധ്യാപികയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം. യുവാവ് അറസ്റ്റിൽ. അധ്യാപികയ്ക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. മലപ്പുറം കരുവാക്കുണ്ടിലാണ് സംഭവം. നീലാഞ്ചേരി സ്വദേശിയായ 35-കാരൻ നസീഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. 4 മാസം മുമ്പും പ്രതി സമാന രീതിയിൽ നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നു. അന്ന് താക്കീത് നൽകി വിട്ടയച്ചു. വീണ്ടും ആവർത്തിച്ചതോടെ അധ്യാപിക പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു.